സിനിമയുടെ തിളങ്ങുന്ന വെള്ളി വെളിച്ചത്തിന് പിന്നിൽ കണ്ണീരിൻ്റെയും അതിജീവനത്തിൻ്റെയും അനേകം കഥകളുണ്ട്. അത്തരത്തിൽ തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇന്നും നോവായി അവശേഷിക്കുന്ന ഒരു ജീവിതമാണ് നടി പുഷ്പവല്ലിയുടേത്. പഴയകാല തെന്നിന്ത്യൻ സിനിമകളിലെ ഏറ്റവും മനോഹരമായ മുഖങ്ങളിലൊന്നായിരുന്നു പുഷ്പവല്ലി. ആന്ധ്രാപ്രദേശിലെ ബന്ദാപ്പാട് എന്ന ഗ്രാമത്തിലായിരുന്നു പുഷ്പവല്ലിയുടെ ജനനം. രാജമഹേന്ദ്രവരത്തിൽ നടന്ന ഒരു സിനിമാ ഷൂട്ടിംഗ് കാണാൻ പോയതാണ് പുഷ്പവല്ലിയുടെ ജീവിതം മാറ്റിമറിച്ചത്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് ക്ഷണം ലഭിച്ച അവർ തൻ്റെ 12-ാം വയസ്സിൽ സൽമോഹനരംഗ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു. 1936 പുറത്തിറങ്ങിയ സമ്പൂർണ്ണ രാമായണം എന്ന ചിത്രത്തിൽ സീതയുടെ വേഷം ചെയ്തതോടെ പുഷ്പവല്ലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് 300 രൂപയായിരുന്നു അവർക്ക് പ്രതിഫലമായി ലഭിച്ചത്. അന്നത്തെ കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. തമിഴ് സിനിമയിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ജെമിനി സ്റ്റുഡിയോസിൻ്റെ സ്ഥിരം നായികയായി മാറിയ പുഷ്പവല്ലിക്ക് പ്രതിമാസം 2000 രൂപ വരെ ശമ്പളം ലഭിച്ചിരുന്നു. 1942 പുറത്തിറങ്ങിയ ബാലനാഗമ്മ, 1947 മിസ് മാലിനി എന്നീ ചിത്രങ്ങൾ അവരുടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു. തുടർന്ന് തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി 100ഓളം ചിത്രങ്ങളിൽ അവർ വേഷമിട്ടു. സിനിമയിൽ തിളങ്ങി നിന്നപ്പോഴും പുഷ്പവല്ലിയുടെ വ്യക്തിജീവിതം ദുരന്തപൂർണമായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ അഭിഭാഷകനായ IV രംഗചാരിയെ വിവാഹം കഴിച്ചെങ്കിലും ആ വിവാഹം ഏതാനും വർഷങ്ങൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. മിസ് മാലിനി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് പുഷ്പവല്ലി തമിഴ് സിനിമയുടെ കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന ജെമിനി ഗണേശനെ പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് പ്രണയമായി മാറി. എന്നാൽ ജെമിനി ഗണേശന് അപ്പോൾ തന്നെ വിവാഹിതനും 6 കുട്ടികളുടെ പിതാവുമായിരുന്നു. തൻ്റെ 19-ാം വയസ്സിൽ അലമേലുവിനെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അതിൽ 4 കുട്ടികളും പ്രശസ്ത നടി സാവിത്രിയുമായുള്ള ബന്ധത്തിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ജെമിനി ഗണേശനും പുഷ്പവല്ലിയും വിവാഹം കഴിക്കാതെയാണ് ഒരുമിച്ച് ജീവിച്ചത്. തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പിന്നീട് ജെമിനി ഗണേശൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് പ്രണയത്തിലായത്. എന്നാൽ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. പരസ്പരം സ്നേഹിക്കുന്നവർക്ക് വിവാഹം ഒരു തടസ്സമല്ലെന്നായിരുന്നു അവളുടെ നിലപാട്. എൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് തന്നെ ഭാഗ്യമാണ്, അവൾ പറഞ്ഞു. എന്നാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒരു പൂർണ്ണനായ അച്ഛനാകാൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ പലതവണ ഓർമ്മിപ്പിച്ചെങ്കിലും അവൾ അത് കേൾക്കാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് ഭാനുരേഖ, രാധ എന്നീ 2 പെൺമക്കൾ ജനിച്ചു. പിന്നീട് ഞങ്ങൾ 2 വഴികളിലേക്ക് പിരിയേണ്ടി വന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാത്തതിനാൽ വിവാഹമോചനം പോലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടായില്ല. ജെമിനി ഗണേശനുമായുള്ള വേർപിരിയലിന് ശേഷം 2 പെൺമക്കളെ ഓർത്ത് പുഷ്പവല്ലി തളർന്നില്ല. അവരെ വളർത്താനായി അവർ കഠിനമായി ശ്രമിച്ചു. തൻ്റെ മകളായ രേഖയെ അവർ സിനിമയിലെത്തിച്ചു. അമ്മയെപ്പോലെ തന്നെ രേഖയും തൻ്റെ 12-ാം വയസ്സിൽ രംഗൂലരത്നം എന്ന തെലുങ്ക് സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് ബോളിവുഡ് സിനിമാ ലോകത്തെ എക്കാലത്തെയും വലിയ സൂപ്പർ നായികമാരിൽ ഒരാളായി രേഖ മാറി. തൻ്റെ മകൾ ഒരു വലിയ നടിയാകണമെന്ന പുഷ്പവല്ലിയുടെ ആഗ്രഹം രേഖ സഫലമാക്കി. 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച രേഖ പിന്നീട് രാജ്യസഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞപ്പോഴും അതിനെയെല്ലാം ധീരമായി നേരിട്ട പുഷ്പവല്ലി പിൽക്കാലത്ത് കടുത്ത പ്രമേഹ രോഗബാധിതയാവുകയും 1991 അന്തരിക്കുകയും ചെയ്തു. സിനിമയിലെ തിളക്കത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച കണ്ണീരുമായാണ് ആ തെന്നിന്ത്യൻ നായിക വിട പറഞ്ഞത്.